ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. മദീനയിൽ എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. മലമുകളിൽ ചെന്ന് വിറക് വെട്ടി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരറ്റ് സ്നേഹിച്ചിരുന്നത് കൊണ്ട് തന്നെ മദീനയിലെ ജൂതന്മാർക്ക് അദ്ദേഹത്തോട് കഠിനമായ വെറുപ്പുണ്ടായിരുന്നു. ഒരിക്കൽ 20ഓളം ജൂതന്മാർ അദ്ദേഹം വിറക് വെട്ടുന്ന മലയിലേക്ക് ചെന്നു. സ്വഹാബിയെ അപായപ്പെടുത്തലായിരുന്നു ലക്ഷ്യം. മലമുകളിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി അവർ ചോദിച്ചു, താങ്കൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളാണല്ലേ? സ്വഹാബി പറഞ്ഞു, അതെ. എങ്കിൽ ഞങ്ങൾ നിനക്കൊരു പ്രതിഫലം തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ സ്വഹാബിയെ പിടിച്ചുകെട്ടി തറയിൽ കിടത്തി നാവരിഞ്ഞു കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് പരിഹാസപൂർവ്വം പറഞ്ഞു, ഇതാ സ്വലാത്ത് ചൊല്ലിയതിനുള്ള സമ്മാനം, നിന്റെ നബിയോട് ചെന്നു പരാതി പറ. അത്യധികം സങ്കടത്തോടെ അതുവരെ വെട്ടിയെടുത്ത വിറക് തലയിലേറ്റി സ്വഹാബി നേരെ മസ്ജിദ് നബവിയിലേക്ക് നടന്നു. അപ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിവരമറിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വഹാബി എത്തേണ്ട താമസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിഞ്ഞ നാവെടുത്ത് യഥാസ്ഥാനത്ത് വെച്ചു കൊടുത്തു. അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ, നാവ് പൂർവ്വസ്ഥിതി പ്രാപിച്ചു. യാതൊന്നും സംഭവിക്കാത്തതുപോലെ സ്വഹാബി സംസാരിച്ചു തുടങ്ങി. സംഭവിച്ചതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. പിന്നെ വൈകിയില്ല. തൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിനുള്ള പ്രതിഫലം ഇഹലോകത്ത് വെച്ച് തന്നെ കാണിച്ചു കൊടുക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബി കൊണ്ടുവന്ന വിറക് കെട്ടിലേക്ക് കൈ ചൂണ്ടി. ഒരു നിമിഷം വിറക് കെട്ടിന് പകരം അതാ സ്വർണ്ണക്കട്ടികൾ അതങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. പുഞ്ചിരി തൂകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയോട് പറഞ്ഞു, എല്ലാം എടുത്ത് താങ്കൾ വീട്ടിലേക്ക് പോയിക്കോളൂ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സ്വഹാബിക്ക് സന്തോഷം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇത്ര വലിയ സമ്പത്ത് എനിക്ക് ആവശ്യമില്ല. അത് എൻ്റെ ഇബാദത്തിനെ ദോഷകരമായി ബാധിക്കുവാനിടയുണ്ട്. തൽക്കാലം എനിക്ക് 2 കട്ടികൾ മാത്രം മതി. ബാക്കിയുള്ളവ പൂർവ്വസ്ഥിതിയിലാക്കിയാലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. വിറക് കെട്ട് വീണ്ടും പഴയപടിയായി. 2 സ്വർണ്ണക്കട്ടികളുമായി സ്വഹാബി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് സ്വഹാബിയുടെ അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ 20 ജൂതന്മാരും ഇസ്ലാം മതം സ്വീകരിച്ചു. സ്വലാത്ത് കൊണ്ട് പരലോകത്തു മാത്രമല്ല ഇഹലോകത്തും ഐശ്വര്യം ഉണ്ടാക്കുമെന്ന് മേൽ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇമാം ബറക്കാത്ത് ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു തൻ്റെ വസീലത്തുൽ മുതവസ്സിലിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ് ഈ സംഭവം. നമുക്കും ചെല്ലാം ഒരുപാട് സ്വലാത്തും സലാമുകളും. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.